രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെയാണ് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. നിഖിൽ പ്രമേഷ് പാലക്കാട് ചേരുന്നു. നിഖിൽ, തല്ലിക്കുന്നെന്ന ആരോപണം, കുടുംബത്തിന്റെ ആരോപണം അവിടെ നിൽക്കുകയാണ്. ഇതിനിടയിലാണ് 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഇതിനോടൊപ്പം തന്നെ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നെന്ന വാർത്തയും വരുന്നില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, ജോലിയിൽ കൃത്യവിലോപം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ ഈ എക്സൈസ് റേഞ്ച് ഓഫീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടേതാണ് ഈ നടപടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 മണിക്കാണ് വൈദ്യപരിശോധന അടക്കം ഈ ആഷിഷോയ് കേസിൽ അറസ്റ്റിലായ ഷോജോ ജോർജിനെ കൊണ്ടുവന്നത്. അതിനുശേഷം 6:30 നോക്കുമ്പോഴാണ് ഈ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള മൊഴി. ഈ സമയത്ത് കൃത്യമായിട്ടുള്ള ശ്രദ്ധ ഈ പ്രതിയുടെ മേൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വേണമായിരുന്നു എന്നുള്ളതാണ് അവരുടെ കൃത്യവിലോപമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ലാതെ മറ്റൊരു ദുരൂഹതയും ഈ കേസിലില്ല എന്ന് എക്സൈസ് വിശദീകരിക്കുന്നുമുണ്ട്. കാരണം ഈ ഓഫീസിൽ CCTV ഉള്ളതാണ്. ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇതൊരു ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് എക്സൈസ് വിലയിരുത്തുന്നത്. പക്ഷേ പ്രതിയെ കൃത്യമായി നിരീക്ഷിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് 2 പേർക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ മരണത്തിൽ കൊലപാതകം ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഭാര്യ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ്. സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിലും കൃത്യവിലോപമുണ്ട്, ഗുരുതരമായ അനാസ്ഥയുണ്ട്. പരിശോധിക്കട്ടെ എന്താണ് സംഭവിച്ചതെന്ന്.